നമസ്കാരം. ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കുട്ടികളെ, നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നമ്മളിന്ന് 12ാമത്തെ ചാപ്റ്റർ ആറ്റംസ്, അതിനെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ പറയാൻ പോണത്. നോക്കൂ, നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് ജെ തോംസൺ അല്ലേ, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകൾ. വൈൽ ഡൂയിങ് ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ ഗ്യാസസ് അറ്റ് ലോ പ്രഷർ ഹി ഫൗണ്ട് ദാറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ എമിറ്റഡ് ഫ്രം കാഥോഡ് ആൻഡ് ദേ വർ നെയിംഡ് ആസ് കാഥോഡ് റേസ് അല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടാണ്, ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ലോ പ്രഷർ ഗ്യാസിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാഥോഡിൽ നിന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരുന്നതായും ആ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആ കാഥോഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ കാഥോഡ് റേസ് എന്നതിന് പേരിടുകയും വില്യം ക്രൂക്സ് അത് നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് നടന്ന പല എക്സ്പെരിമെൻറ്റിലും അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായി, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് കണ്ടെയ്ൻ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ദാറ്റ് ആർ ഐഡൻറ്റിക്കൽ ഫോർ ഓൾ ആറ്റംസ് അല്ലേ. ജെ തോംസൺ ഇലക്ട്രിക് ഡിസ്ചാർജ് എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കാഥോഡിൽ നിന്നൊരു ഇൻവിസിബിൾ റേസ് വന്നു, കാഥോഡ് റേസ് എന്ന് പേരിട്ടു. അത് പിന്നീട് വില്യം ക്രൂക്സ് അത് തിരിച്ചറിഞ്ഞു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെ ജെ തോംസൺ പല എലിമെൻറ്റ്സ് ഉപയോഗിച്ച് ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ എലിമെൻറ്റ്സിൻ്റെയും ആറ്റങ്ങളിൽ നിന്ന് വരുന്ന ഈ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് അദ്ദേഹം അതിന് പേരിട്ടത് ഇലക്ട്രോൺ എന്നാണ്, ആ ഇലക്ട്രോൺ എല്ലാം ഒരുപോലെയായിരുന്നു, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അത് കഴിഞ്ഞ് അദ്ദേഹം കണ്ടെത്തി ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, വൈദ്യുതപരമായി നിർവീര്യമാണ് ആറ്റം. അതായത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ഇതുണ്ടായി, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവണമെങ്കിൽ എന്തായിരിക്കും, അവിടെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. നല്ല നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേർന്ന് ന്യൂട്രലാവുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ അതിലുണ്ടെന്ന് മനസ്സിലാവുകയും ആ പോസിറ്റീവ് ചാർജ് എവിടെയാണ് അങ്ങനെയൊക്കെയുള്ള ഇതിൽ ആ ജെ തോംസൺ ആദ്യത്തെ ആറ്റം മോഡൽ കണ്ടെത്തുകയും ചെയ്തു. 1897 ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. അപ്പോൾ 1897 ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. അതിനുശേഷം 1898 ആദ്യത്തെ മോഡൽ, ആറ്റം മോഡൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ജെ തോംസൺ പുട്ട് ഫോർവേഡ് ദ ഫസ്റ്റ് ആറ്റം മോഡൽ. ആറ്റം മോഡലിന് ആദ്യത്തെ ആറ്റം മോഡൽ ഉണ്ടാക്കിയത് ആരാണ്? ജെ തോംസൺ. അതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. അപ്പോൾ അക്കോർഡിംഗ് ടു ജെ തോംസൺസ് മോഡൽ, ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓഫ് ദ ആറ്റംസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ ആറ്റം. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പ്ലം പുഡിംഗ് ആറ്റം മോഡലിൽ ജെ തോംസൺ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെല്ലാം ആ ആറ്റത്തിൻ്റെ മുഴുവൻ വോള്യൂമിലും യൂണിഫോമായിട്ട് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ് ലൈക്ക് സീഡ്സ് ഇൻ വാട്ടർ മെലോൺ. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുക. ഇതുപോലെ വാട്ടർ മെലോൺ, തണ്ണിമത്തനില്ലേ, അതിൽ കുരുക്കൾ കണ്ടിട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ അങ്ങനെ അതായിട്ട് ആ കുരുക്കളുടെ പോലെ തണ്ണിമത്തനിലെ ആ സീഡ്സ്, വിത്തുകൾ അവിടെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കണ പോലെ ഇലക്ട്രോൺസ് ആ ആറ്റത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മോഡലിന് പറയുന്ന പേരാണെന്ത്? പ്ലം പുഡിംഗ് മോഡൽ. ഈ കേക്കിലൊക്കെ പ്ലം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ആണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണേ എന്നുള്ളത്. അതുകൊണ്ടാണ് അതിനെന്ത് പേര് വന്നത്? പ്ലം പുഡിംഗ് മോഡൽ എന്ന് പേര് വന്നത്. അപ്പോൾ ആദ്യത്തെ മോഡൽ, ഫസ്റ്റ് മോഡൽ, ആറ്റം മോഡൽ ഉണ്ടാക്കിയത് ജെ തോംസൺ ആയിരുന്നു. അത് കഴിഞ്ഞ് റൂദർഫോർഡ് എന്ന് പറഞ്ഞ ഏൺസ്റ്റ് റൂദർഫോർഡ് ഈ ജെ തോംസൻ്റെ റിസർച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് നടത്തുമായിരുന്നു. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന്
മനസ്സിലായ? അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് പല ആറ്റങ്ങളിൽ ആൽഫ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നടത്തുമായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം റൂദർഫോർഡ് ഒരു പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ആ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡലിൽ പറയുന്നതിന് മുമ്പ് നമുക്ക് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് കുറേ എക്സ്പ്ലനേഷൻസ്, ആ എക്സ്പെരിമെൻറ്റ് നടത്തിയതിൽ നിന്നും അദ്ദേഹത്തിന് കുറേ പോയിൻറ്റ്സ് അതിൽ നിന്ന് കിട്ടി. ആ ഒബ്സർവേഷൻ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്, അതായത് ആൽഫ പാർട്ടിക്കിളിനെ ഗോൾഡ് ന്യൂക്ലിയസിൽ കൊളൈഡ് ചെയ്യിപ്പിച്ചിട്ട്, മനസ്സിലായി, ഗോൾഡ് ന്യൂക്ലിയസിലേക്ക് പാസ് ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് കുറച്ച് ഒബ്സർവേഷൻസ് കിട്ടി. ആ ഒബ്സർവേഷൻ പ്രകാരമാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്, പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ മോഡൽ ഏൺസ്റ്റ് റൂദർഫോർഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എന്താണെന്നും അതിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അപ്പോൾ റൂദർഫോർഡിൻ്റെ സജഷൻ പ്രകാരം എച്ച് ഗിഗറും ഇ മാൾഡനും കൂടെ നടത്തിയ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൻ്റെ പിക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ സജഷൻസ് ഓഫ് റൂദർഫോർഡ്, എച്ച് ഗിഗർ ആൻഡ് ഇ മാൾഡൻ പെർഫോം ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്. ഇതിലെന്താ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ആൽഫ പാർട്ടിക്കിൾ സോഴ്സ് ഉണ്ട് ഇവിടെ, ഇത് കണ്ടു. അതായത് റേഡിയോ ആക്റ്റീവ് ബിസ്മത്ത് 244 മാസ് നമ്പറും 83 ആറ്റോമിക് നമ്പറും ഉള്ള റേഡിയോ ആക്റ്റീവ് ബിസ്മത്തിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരും. ആൻഡ് ദാറ്റ് ആൽഫ പാർട്ടിക്കിൾസ് വെർ മെയ്ഡ് എ തിൻ ബീം, കണ്ടു, ഒരു തിൻ ബീം അല്ലെങ്കിൽ നാരോ ബീമാക്കി അതിനെ കൊളിമേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ബൈ പാസിങ് ത്രൂ ലെഡ് ബ്രിക്സ്, കണ്ടു, ലെഡ് ആൽഫേനെ അബ്സോർബ് ചെയ്യുക. അതുകൊണ്ടാണ് ലെഡ് ബ്രിക്സ് വെച്ചത്. അപ്പോൾ ലെഡ് ബ്രിക്സിൻ്റെ കണ്ടു, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടു, ആ ഗ്യാപ്പിൽ കൂടെ ഈ ആൽഫ പാർട്ടിക്കിൾസിനെ നാരോ ബീമാക്കിയിട്ട് കൊളിമേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ആൽഫ പാർട്ടിക്കിൾ ബീം അല്ലെങ്കിൽ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഈസ് അലൗഡ് ടു സ്ട്രൈക്ക് ഓൺ എ തിൻ ഗോൾഡ് ഫോയിൽ, കണ്ടു, തിൻ ഗോൾഡ് ഫോയിൽ ഓഫ് തിക്നെസ് 2.1 × 10⁻⁻7 മീറ്റർ. അപ്പോൾ ഇങ്ങനെ വരുന്ന നാരോ ബീം, വളരെ നേരിയ ബീമായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ 2.1 × 10⁻⁻7 അത്രയും കനം കുറഞ്ഞ തിക്നെസ് ഉള്ള, കണ്ടോ, 2.1 × 10⁻⁻7 മീറ്റർ അത്രയും കുറവ് തിക്നെസ് ഉള്ള ഗോൾഡ് ഫോയിലിൽ വന്ന് കൊളൈഡിപ്പിക്കണം, സ്ട്രൈക്ക് ചെയ്യാൻ അനുവദിച്ചു. എന്നിട്ട് അതിൽ നിന്ന് the scattered alpha particles were observed through a zinc sulfide screen and a detector microscope. ഈ ഗോൾഡ് ഫോയിലിൽ തട്ടി സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിളിനെ സിങ്ക് സൾഫൈഡ് സ്ക്രീനും ഡിറ്റക്ടർ മൈക്രോസ്കോപ്പും ഉപയോഗിച്ചിട്ട് അവർ ഒബ്സർവ് ചെയ്തു. അപ്പോൾ കിട്ടിയ റിസൾട്ടുകളാണ് പറയാൻ പോണത്. അതിൻ്റെ ഒബ്സർവേഷൻസ്, ഈ എക്സ്പെരിമെൻ്റ് നടത്തിയതിന് കിട്ടിയ ഒബ്സർവേഷൻസ്. Many of the alpha particles pass through the gold foil, which means they suffer no collision. ഭൂരിഭാഗം കുറേ ആൽഫ പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നുപോയി, അതായത് അതിന് കൊളീഷനൊന്നും ഉണ്ടായില്ല. കുറേ, മെനി എന്ന് പറഞ്ഞാൽ ധാരാളം ആൽഫ പാർട്ടിക്കിൾ ഈ ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നുപോയി, അതിന് കൊളീഷൻസ് ഒന്നും, അതിൻ്റെ അർത്ഥം എന്താ, അതിന് കൊളീഷൻസ് ഒന്നും അനുഭവപ്പെട്ടില്ല. അതായിരുന്നു ഒന്നാമത്തെ ഒബ്സർവേഷൻ. അപ്പോൾ മെനി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ഗോൾഡ് ഫോയിൽ, വിച്ച് മീൻസ് നോ കൊളീഷൻ. അതായത് ആ ഗോൾഡ് ഫോയിലുമായിട്ട് കൊളീഷൻ ഉണ്ടായിട്ടില്ല, അങ്ങനെ പോകുന്ന ആൽഫ പാർട്ടിക്കിളിൽ. അതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ, ഓൺലി 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് അണ്ടർഗോ ഡിഫ്ലക്ഷൻ ഗ്രേറ്റർ ദാൻ 1 ഡിഗ്രി. 0.14% ആൽഫ പാർട്ടിക്കിൾസിന് മാത്രമേ കുറച്ച് അധികം ഡിഫ്ലക്ഷൻ ഉണ്ടായുള്ളൂ. മനസ്സിലായ? മോർ ദാൻ 1 ഡിഗ്രി.
more than 1 degree. Only 0.14% of incident alpha particles undergo more than 1 degree deflection. 0.14% വന്നു വീണ ആൽഫ പാർട്ടിക്കിളിന് മാത്രമേ 1 ഡിഗ്രി കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ, only 1 in 8,000 alpha particles undergo deflection greater than 90 degree. മനസ്സിലായോ? only 1 in 8,000 incident alpha particles undergo a deflection more than 90 degree. 8,000 ഒരു ആൽഫ പാർട്ടിക്കിൾ അത്രയും റേഞ്ചിൽ 1:8,000. 8,000 ആൽഫ പാർട്ടിക്കിളിൽ ഒരാൾക്ക് മാത്രമേ എന്തുണ്ടായുള്ളൂ? 90 ഡിഗ്രി കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടായുള്ളൂ. കണ്ടോ? 90 ഡിഗ്രി കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇതൊക്കെ ഈ ഡിറ്റക്ടർ മൈക്രോസ്കോപ്പും സിങ്ക് സൾഫൈഡ് സ്ക്രീനും വെച്ച് ഒബ്സർവ് ചെയ്തപ്പോൾ കിട്ടിയ 3 റിസൾട്ടാണ്. ഇനി ഈ റിസൾട്ടിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തതാണ് അടുത്തത് പറയാൻ പോണത്. അപ്പോൾ റൂദർഫോർഡ് കൺക്ലൂഡഡ് ദാറ്റ് ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ആൻഡ് ഓൾ ഇറ്റ്സ് പോസിറ്റീവ് ചാർജ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ സെൻറ്റർ ഓഫ് ദ ആറ്റം. അതായത് റൂദർഫോർഡ് പറഞ്ഞത് എന്താണ്? ഈ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും, ഏകദേശം മുഴുവൻ മാസും, പിന്നെ മുഴുവൻ പോസിറ്റീവ് ചാർജും അത് ആ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ വളരെ ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ആ സെൻറ്ററിനോട് മുഴുവൻ മാസും പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തേക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സെൻറ്ററിനോട് അടുത്തേക്ക് വരുന്ന, മനസ്സിലായ, ദോസ് ആൽഫ പാർട്ടിക്കിൾ എൻകൗണ്ടേർഡ് കൊളിഷൻ വിത്ത് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം അണ്ടർഗോ ലാർജ് ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ എൻകൗണ്ടേർഡ് ലാർജ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ആ സെൻറ്റർ ഓഫ് ദ ആറ്റത്തിനോട് വളരെ ചേർന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിൾസിനാണ് എന്തുണ്ടാവുന്നത്? ലാർജ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്, ലാർജ് ആംഗിൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. മനസ്സിലായോ? കാരണം എന്താ? ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് നമുക്കറിയാം പോസിറ്റീവ് ആണെന്ന്. ആ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്താണ്? ആറ്റത്തിൻ്റെ സെൻറ്ററിലാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ അതിനോട് ചേർന്ന് വരുന്നത്, അതായത് ഈ സെൻറ്ററിനോട് ചേർന്ന് വരുന്ന വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ലാർജ് ആംഗിൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുള്ളൂ എന്ന് റൂദർഫോർഡ് കണ്ടെത്തി. അപ്പോൾ ഇതായിരുന്നു ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്ങിൽ നിന്ന് റൂദർഫോർഡിന് കിട്ടിയ കൺക്ലൂഷൻസ്. അത് വെച്ചിട്ട് അദ്ദേഹം ഒരു പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ആറ്റത്തിന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ എന്താണെന്ന് നോക്കാം. റൂദർഫോർഡ്സ് പ്ലാനറ്ററി അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞു. ആ കൺക്ലൂഷനിൽ നിന്ന് റൂദർഫോർഡ് പ്ലാനറ്ററി അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ആറ്റത്തിന് ഉണ്ടാക്കി. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒന്നാമത്തെ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി സ്പേസ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗം എന്താണ്? ഒഴിഞ്ഞു കിടക്കുകയാണ്, എംപ്റ്റി സ്പേസ് ആണ്. ഇനി രണ്ടാമത് പറഞ്ഞത്, മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ആൻഡ് പോസിറ്റീവ് ചാർജ് ആർ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ടൈറ്റ്ലി ബൗണ്ട് ടു ദ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും, ഏകദേശം മുഴുവൻ മാസും, പോസിറ്റീവ് ചാർജും അതിൻ്റെ സെൻറ്ററിലുള്ള വളരെ ചെറിയൊരു സ്ഥലത്ത്, ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇലക്ട്രോൺസ് ആർ അറ്റ് സം ഡിസ്റ്റൻസ് അവേ. അതുമാത്രമല്ല, ഇലക്ട്രോൺസ് കുറച്ച് അകലെയാണ് ന്യൂക്ലിയസിൽ നിന്ന് സ്ഥിതി ചെയ്യണത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർബിറ്റ്സ് ലൈക്ക് പ്ലാനറ്റ്സ് അറൗണ്ട് സൺ. ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റലുകളിൽ കിടന്ന് കറങ്ങുകയാണ്. ഏതുപോലെ? സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങണ പോലെ. ന്യൂക്ലിയസിൻ്റെ സൈസ്, അടുത്ത പോയിന്റ്, ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻⁻15 മീറ്റർ ടു 10⁻⁻14 മീറ്റർ ആണ്. The size of the nucleus is about 10⁻⁻15 meter to 10⁻⁻14 meter ആണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത, അദ്ദേഹം തെളിയിച്ച കാര്യം. ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻⁻15 മീറ്റർ മുതൽ 10⁻⁻14 മീറ്റർ വരെയാണെന്ന്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ്, പിന്നെ അദ്ദേഹം കണ്ടെത്തിയത്, ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസിന് എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചാണ്. അപ്പോൾ സർക്കുലർ മോഷൻ നടത്തണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും എന്ത് ചെയ്യും? അത് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും. മനസ്സിലായ? the electrostatic force of attraction between the positive charged nucleus. The electrostatic force of attraction between the positively charged nucleus and negatively charged electrons provide the necessary centripetal force required for electrons to revolve around the nucleus. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് കറങ്ങാൻ വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. മനസ്സിലായി? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കുളൂംസ് ഫോഴ്സ്, ആ അട്രാക്റ്റീവ് ഫോഴ്സ് അതിന് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൂദർഫോർഡ് പ്ലാനറ്ററി അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ, റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡലിൽ പറയുന്നത്. നോക്കൂ, അടുത്തത് ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി. അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറയാൻ പോണത്. ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി എന്നുള്ള അക്ഷരം സൂചിപ്പിക്കുക. ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വിത്ത് ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ്. ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി എന്ന് പറയണത് എന്താണ്? ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ കണ്ടു ആദ്യം വരുന്ന വെലോസിറ്റി വെക്ടറും ഈ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ഇമ്പാക്റ്റ് പാരാമീറ്റർ. അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ ഈസ് ദ perpendicular distance of the initial velocity vector of the alpha particle from the center of the nucleus. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ആൽഫ പാർട്ടിക്കിളിൻ്റെ ആദ്യത്തെ വെലോസിറ്റി വെക്ടറും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഈ ഇമ്പാക്റ്റ് പാരാമീറ്ററിന് വളരെ പ്രാധാന്യമുണ്ട്. ഇമ്പാക്റ്റ് പാരാമീറ്ററാണ് കൊളിഷൻ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ സ്കാറ്ററിങ് എങ്ങനത്തെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എങ്ങനത്തെയാണെന്ന് നിശ്ചയിക്കണ ഘടകമാണ് ഇത് ഇമ്പാക്റ്റ് പാരാമീറ്റർ. അതുകൊണ്ട് തന്നെ ഇമ്പാക്റ്റ് പാരാമീറ്ററിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായി? ആ സ്കാറ്ററിങ് എങ്ങനത്തെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണെന്ത്? ബി, ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്ററിന് അനുസരിച്ചാണ് സ്കാറ്ററിങ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം. നോക്കൂ, for an alpha particle close to the nucleus, impact parameter B is small. ഈ ന്യൂക്ലിയസിനോട് ചേർന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിളിന് ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി സ്മോളാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? കണ്ടു, ലാർജ് ഡിഫ്ലക്ഷൻ. ന്യൂക്ലിയസിനോട് ചേർന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി സ്മോളാണ്. അപ്പോൾ എന്തുണ്ടാവും? ലാർജ് അങ്ങനെയുള്ള ആൽഫ പാർട്ടിക്കിൾ എന്താ ഉണ്ടാവുക? ലാർജ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ബി സ്മോൾ ആണെങ്കിൽ, ഇമ്പാക്റ്റ് പാരാമീറ്റർ സ്മോൾ ആണെങ്കിൽ ലാർജ് ഡിഫ്ലക്ഷൻ. ഫോർ ആൻ ആൽഫ പാർട്ടിക്കിൾ ക്ലോസ് ടു ദ ന്യൂക്ലിയസ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ഈസ് സ്മോൾ ആൻഡ് ഇറ്റ് അണ്ടർഗോ ലാർജ് ഡിഫ്ലക്ഷൻ. ന്യൂക്ലിയസിനോട് ചേർന്ന് വരുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇമ്പാക്റ്റ് പാരാമീറ്റർ വളരെ സ്മോളാണ്. അത് വളരെയധികം ഡിഫ്ലക്ഷൻ അതിനുണ്ടാവും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഫോർ ഹെഡ് ഓൺ കൊളിഷൻ, അതായത് ഈ സെൻട്രിൽ കൂടെ തന്നെ വരുന്ന ആൽഫ പാർട്ടിക്കിളിന് ബി ഈക്വൽസ് 0 ആൻഡ് ദ ആൽഫ പാർട്ടിക്കിൾ റീബൗണ്ട്സ് ഇറ്റ്സ് പാത്ത്. ദാറ്റ് മീൻസ് ആംഗിൾ ഈക്വൽസ് 180 ഡിഗ്രി. അപ്പോൾ ഇമ്പാക്റ്റ് ഫോർ ആൻ ആൽഫ പാർട്ടിക്കിൾ അണ്ടർഗോ ഹെഡ് ഓൺ കൊളിഷൻ നടക്കുന്ന ആൽഫ പാർട്ടിക്കിളിന് എന്താണ്? ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആണ്. അതായത് ന്യൂക്ലിയസിൻ്റെ അതേ സെൻറ്ററിൽ കൂടെ കണ്ടു, ന്യൂക്ലിയസിൻ്റെ ഇതിൽ കൂടെ വരുന്ന ആൽഫ പാർട്ടിക്കിളിന്, അതായത് ഇതിൽ കൂടിയുള്ള ആൽഫ പാർട്ടിക്കിളിന് ബി 0 ആണ്. അപ്പോൾ അത് ഹെഡ് ഓൺ കൊളിഷൻ, അതായത് വന്ന് തട്ടി 180 ഡിഗ്രി, അതായത് ഇങ്ങനെ വന്ന് തട്ടി അതേപോലെ തന്നെ തിരിച്ചു പോരും. അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് തന്നെ വരും. കണ്ടു, ഇത് ന്യൂക്ലിയസിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് അത് റീബൗണ്ട് ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ എന്താണ്? ഫോർ
an alpha particle which undergo head-on collision, impact parameter B equals 0, and that alpha particle rebounds its path, and for that angle of deflection equals 180 degree. ന്യൂക്ലിയസിനോട് ചേർന്ന് വരുന്ന അതായത് ഹെഡ് ഓൺ കൊളിഷൻ നേർക്ക് നേരെ ഉള്ള കൂട്ടിയിടി നടത്തുന്ന ആൽഫ പാർട്ടിക്കിൾ അതേ രീതിയിൽ തന്നെ തിരിച്ചു വരും. ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത് ഡിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. എത്ര ഡിഫ്ലക്ഷനാണ്? 180 ഡിഗ്രി. അതേപോലെ തിരിച്ച് റീബൗണ്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ബി ഈസ് ഹൈ അല്ലെങ്കിൽ ലാർജ്. ബി ലാർജ്, ഇമ്പാക്ട് പാരാമീറ്റർ ലാർജ് ആണെങ്കിൽ എന്തുണ്ടാവും? ഇമ്പാക്ട് പാരാമീറ്റർ ലാർജ് ആണെങ്കിൽ എന്തുണ്ടാവും? ദാറ്റ് ആൽഫ പാർട്ടിക്കിൾ കണ്ടോ പാസസ് വിത്തൗട്ട് ഡീവിയേഷൻ. അവിടെ ഒരു ഡീവിയേഷനും ഇല്ല, നേരെ കടന്നു പോകും. ആർക്ക്? ബി ഈസ് ലാർജ്. തീറ്റ എന്താണ്? ഡിഫ്ലക്ഷൻ എന്താണ്? അപ്രോക്സിമേറ്റ്ലി 0. കണ്ടോ? സ്മോൾ ഡിഫ്ലക്ഷൻ, വെരി സ്മോൾ ഡിഫ്ലക്ഷൻ, വെരി സ്മോൾ ഡിഫ്ലക്ഷൻ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, ഇഫ് ഇമ്പാക്ട് പാരാമീറ്റർ ഈസ് ലാർജ് that alpha particle passes without deviation. For them, angle of deflection is nearly 0. That is very small deflection. അതായത് ആൽഫ പാർട്ടിക്കിൾ ഗോ അൺഡീവിയേറ്റഡ്, ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് കണ്ടു കടന്നു പോകണ കണ്ടു. ന്യൂക്ലിയസിനോട് അകലെ വന്നതൊക്കെ കണ്ടു. ഇമ്പാക്ട് പാരാമീറ്റർ വളരെ ലാർജാണ്. ഇതല്ലേ സെൻട്രിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലല്ലേ ഇമ്പാക്ട് പാരാമീറ്റർ. അപ്പോൾ ഇവിടെ ഉള്ളത് നോക്കൂ, ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് പാസ് ചെയ്യുന്നു. ബി ലാർജാണ്. അപ്പോൾ ഇതാണ് ഇമ്പാക്ട് പാരാമീറ്റർ. വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്ങിൽ. അപ്പോൾ അത് പഠിക്കുക തന്നെ വേണം. നമുക്ക് അടുത്തത് ഇലക്ട്രോൺ ഓർബിറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോണത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആൻഡ് ദ റിവോൾവിംഗ് ഇലക്ട്രോൺ provides necessary centripetal force for the electrons to revolve around the nucleus. അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾക്ക് കറങ്ങണമെങ്കിൽ, റിവോൾവ് ചെയ്യണമെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ആകർഷണബലം, വൈദ്യുതാകർഷണ ബലം അവർക്ക് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? എഫ് സി, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ഇ. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് നിങ്ങൾക്കറിയാം എന്താണ്? mv²/r. അല്ലേ? മാസ് ഇലക്ട്രോണിൻ്റെ എം നമ്മൾ കണ്ടു കഴിഞ്ഞാണ് വി വെലോസിറ്റി, ആറ് കറങ്ങണ ഓർബിറ്റിൻ്റെ റേഡിയസ്. mv²/r ഈക്വൽസ് എഫ് ഇ. കുളൂംസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ? ഇ. അല്ലേ? ഇലക്ട്രോണും പോസിറ്റീവ് ചാർജും രണ്ടും ഇ തന്നെയാണ്. അപ്പോൾ E²/1/4πε0, 1/4πε0 Q1 Q2. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണാണ്. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ Q1 അതും ഇ തന്നെയാണ്. അപ്പോൾ E²/r², ആ ന്യൂക്ലിയസിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഒരാറും വെട്ടിപ്പോയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? mv² ഈക്വൽസ് E²/4πε0r. ഒരാറും കൂടെ വെട്ടിപ്പോയി. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുകൂടെ? കൈനറ്റിക് എനർജി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ ഈക്വൽസ് ½ mv². അപ്പോൾ ഇവിടെ mv² ഉണ്ട് ഇവിടെ. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഹാഫ് ഇൻറ്റു ഇത്. അപ്പോൾ 1/2 ഇൻറ്റു 2 × 4 8. അപ്പോൾ 1/8 E²/8πε0r. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോണോ? കൈനറ്റിക് എനർജി നമ്മൾ കെ എന്നുള്ള അക്ഷരം ഉപയോഗിക്കും. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ യു എന്നുള്ള അക്ഷരം ഉപയോഗിക്കും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ എന്താ? യു ഈക്വൽസ് -1/4πε0r E². -1/4πε0 E²/r ആണിത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി എടുത്തതെന്ന് ഓർത്താൽ മതി. പൊട്ടൻഷ്യൽ എനർജി ഫസ്റ്റ് ചാപ്റ്ററിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ദ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഇൻ ദ നെഗറ്റീവ് ആർ ഡയറക്ഷൻ ആണെന്ന് കാണിക്കുന്നു. ഇതിലത്തെ നെഗറ്റീവ് സൈൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നെഗറ്റീവ് ആർ ഡയറക്ഷനിലാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ എനർജി കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ എനർജി ഈക്വൽസ് കൈനറ്റിക് എനർജി കെ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി യു.
അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടൂ. കൈനറ്റിക് എനർജി എത്രയാണ്? ടോട്ടൽ എനർജി ഈക്വൽസ് കൈനറ്റിക് എനർജി 1/8πε0 E²/r പ്ലസ് 1/-1/4πε0 E²/r. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എന്താ ചെയ്യുക? എൽസിയം കണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1/8, ഇതല്ലേ വലുത്, -1/8πε0 r E² മുകളിൽ. അപ്പോൾ -1 അല്ലെങ്കിൽ -E²/8πε0 r ആണ് എന്ത്? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി നെഗറ്റീവ് ആയതോ എന്തുകൊണ്ടാണ്? അട്രാക്റ്റീവ് ഫോഴ്സ്. ആ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാരണമാണ് എന്ത് വന്നത്? ടോട്ടൽ എനർജി നെഗറ്റീവായി വന്നത്. അപ്പോൾ ഈ ടോട്ടൽ എനർജി നെഗറ്റീവ് ആയതിന് കാരണം എന്താ? അട്രാക്റ്റീവാണ്. ദ ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ട്, അതായത് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കാരണം ഇലക്ട്രോൺ അങ്ങനെ ബൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് നെഗറ്റീവ് സൈൻ ഷോ കാണിക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരുന്നെങ്കിലോ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും ക്ലോസ്ഡ് ഓർബിറ്റിൽ ഫോളോ ചെയ്യില്ല. ഇലക്ട്രോൺസ് വുഡ് നോട്ട് ഫോളോ ക്ലോസ്ഡ് ഓർബിറ്റ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇഫ് ടോട്ടൽ എനർജി വേർ പോസിറ്റീവ്. ടോട്ടൽ എനർജി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ആ ഇലക്ട്രോൺസ് ന്യൂക്ലിയസായിട്ട് ബൗണ്ട് ചെയ്യില്ല. അതായത് ക്ലോസ്ഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യില്ല എന്നർത്ഥം. മനസ്സിലായ? അപ്പോൾ അതാണ് ഇവിടെ നെഗറ്റീവ് നമുക്ക് കിട്ടിയത്. ഇനി നോക്കൂ, റൂദർഫോർഡ് ആറ്റം മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായി, ചോദിക്കാറുണ്ട് അത് ബോർഡ് എക്സാമിന്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ? അപ്പോൾ റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓർ പ്ലാനറ്ററി മോഡൽ ഹാസ് ടു ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. ആ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മാറ്ററിൻ്റെ സ്ഥിരതയെക്കുറിച്ച് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ ആറ്റം മോഡൽ പറഞ്ഞില്ല. റൂദർഫോർഡ് ആറ്റം മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് മാറ്റർ. അപ്പോൾ ദ്രവ്യത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ച് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ പറയാൻ പറ്റിയില്ല. ദ ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ലോസസ് ഇറ്റ്സ് എനർജി ആൻഡ് സ്പൈറൽ അറൗണ്ട് ദ ന്യൂക്ലിയസ് and ultimately fall into the nucleus. This contradicts the stability of matter. ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ഉണ്ടല്ലോ ന്യൂക്ലിയസിന് ചുറ്റും. അപ്പോൾ അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്തുണ്ടാവും? ആ സ്പൈറൽ രൂപത്തിൽ കണ്ടോ, സ്പൈറൽ പാത്ത് ഫോളോ ചെയ്ത് അവസാനം എന്തുണ്ടാവും? ന്യൂക്ലിയസിനോടടുത്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വീഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാറ്ററിന് എവിടെയാണ് സ്ഥിരത? ആക്സിലറേറ്റ് ചെയ്ത് കണ്ടു സ്പൈറൽ ഇൻ ടു ദ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വന്ന് വീഴാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാറ്ററിന് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ അത് പറയാൻ ആർക്ക് പറ്റിയില്ല? റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് പറ്റിയില്ല. അതൊരു ഡ്രോബാക്ക്. ഇനി രണ്ടാമത്തെ ഡ്രോബാക്ക്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്. പല എലിമെൻറ്റുകളുടെ ആറ്റങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ലൈൻ സ്പെക്ട്രത്തെക്കുറിച്ച് പറയാനും റൂദർഫോർഡ് ആറ്റം മോഡലിൽ സാധിച്ചില്ല. അതായത് പല ആറ്റങ്ങൾ പല ലൈൻ സ്പെക്ട്രങ്ങൾ ഉണ്ടാക്കും. മനസ്സിലായി? സ്പെക്ട്രം ഉണ്ടാക്കും. അപ്പോൾ ആ സ്പെക്ട്രത്തിനെ കുറിച്ച് ആ പല എലിമെൻസിൻ്റെ ആറ്റങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള, അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്കാണ് അതുണ്ടാക്കുന്ന സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം. അപ്പോൾ ആ ലൈൻ സ്പെക്ട്രത്തിനെ കുറിച്ച് പറയാനും ആർക്ക് പറ്റിയില്ല? റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് സാധിച്ചില്ല. അപ്പോൾ അതൊക്കെയാണ് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഡ്രോബാക്സ്. അപ്പോൾ ഇത്രയും മനസ്സിലായിരിക്കുന്നു. ഇത് എടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. അതിലൊരു പോയിൻറ്റും കൂടി ഉണ്ട്. ആൽഫ പാർട്ടിക്കിൾ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ പാത ഡിറ്റർമിൻ ചെയ്യണതാണ് എന്ത്? ഇമ്പാക്റ്റ് പാരാമീറ്റർ. അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ട്രജക്ടറി, ആൽഫ പാർട്ടിക്കിൾ പോകുന്ന പാതയെക്കുറിച്ച് പറയണത് ആ ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത്? ഇമ്പാക്റ്റ് പാരാമീറ്റർ. നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ അവിടെ ആ പോയിൻറ്റും കൂടെ ഇതാണ്. ട്രജക്ടറി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി. അതും കൂടെ അവിടെ ചേർക്കുക. അപ്പോൾ ഇത്രയും ഇന്നെടുത്തത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.